നമസ്കാരം. ടാലന്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ, ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻസ് ഓഫ് മോഷൻസ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ ഫിസിക്സിലെ ഒരുപാട് ചാപ്റ്ററിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് മോഷൻ. അപ്പം നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ അതെല്ലാം നിങ്ങൾ മറന്നുപോയെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് ഈ ചാപ്റ്ററിൻ്റെ ബേസിലേക്കാണ് പോകുന്നത്. ആദ്യം ഇതിൻ്റെ ബേസ് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്, പ്രധാനപ്പെട്ട ഒരു വാക്കാണ് DTS. നിങ്ങളെപ്പോഴും ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. DTS എന്ന് പറയാൻ ഒന്നുമില്ല. DTS, ഡിസ്റ്റൻസ് ടൈം സ്പീഡ്. ഡിസ്റ്റൻസ് ടൈം സ്പീഡ്. നിങ്ങൾക്ക് ഈ 3 വേർഡും നല്ല പരിചയം ഉണ്ടായിരിക്കും. എന്താണ് ഡിസ്റ്റൻസ്? നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് മറച്ചു പിടിക്കുക, ടൈം ഇൻറ്റു സ്പീഡ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം? ഡിസ്റ്റൻസിനെ മറച്ചു പിടിക്കുക, ടൈം ഇൻറ്റു സ്പീഡ്. അത് കഴിഞ്ഞ് ടൈം കണ്ടുപിടിക്കുന്നുവെങ്കിൽ ടൈം മറച്ചു പിടിക്കുക, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇനി അടുത്ത് നിങ്ങൾക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സ്പീഡിനെ മറച്ചു പിടിക്കുക, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്കിൽ പോലും ഈ ഒരു കോഡ് പഠിച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നേരം നിൽക്കും. നിങ്ങളെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഇക്വേഷൻ ആരുടെ നോക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പഠിച്ചെഴുതാൻ പറ്റും. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് വേഗതയുടെ യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസ് ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഒന്നീ മീറ്റർ ഓർ കിലോമീറ്റർ എടുക്കാം. അത് കഴിഞ്ഞ് ടൈമിന്റെ യൂണിറ്റ് സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് എടുക്കാം, അല്ലെങ്കിൽ അവർ എടുക്കാം. അത് നിങ്ങളെ ക്വസ്റ്റ്യൻ വരുന്നത് പോലെ ആയിരിക്കും. ഇതൊക്കെ വളരെ ബേസിക് കാര്യമാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. സ്പീഡിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, മീറ്റർ പെർ സെക്കൻഡ് അഥവാ കിലോമീറ്റർ പെർ അവർ. അപ്പൊ ഈ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്. ദൂരം, സമയം, വേഗത. ദൂരം കാണണമെങ്കിൽ ഡിസ്റ്റൻസിന്റെ D മറച്ചു പിടിക്കുക, ടൈം ഇൻറ്റു സ്പീഡ് അഥവാ സമയം ഇൻറ്റു വേഗത. ഇനി അടുത്ത സമയം കാണണമെങ്കിൽ ടൈം മറച്ചു പിടിക്കുക, ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഇതെല്ലാം വളരെ ബേസിക് കാര്യങ്ങളാണ്. നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ആക്സിലറേഷൻ എന്നൊരു ടേമുമായിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആക്സിലറേഷൻ എന്ന ടേം. അഥവാ ഈ ഒരു ടേമിലേക്ക് ഞാൻ ആദ്യമേ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഒരു ഐഡിയ കാണില്ല. അതാണ് ഞാൻ ആദ്യമേ ബേസ് മുതൽ തുടങ്ങിയത്. ഡിസ്റ്റൻസ്, ടൈം, പരിചയം ഉണ്ടാകും. ഈ ഡിസ്പ്ലേസ്മെന്റ് തൊട്ടാണ് ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ ഒരു ബേസ് തുടങ്ങുന്നത്. എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾ എപ്പോഴും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു. ഇത് നിങ്ങളുടെ വീട്, ഹോം. ഇത് സ്കൂൾ. വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം ഒരു 5 കിലോമീറ്റർ ആണ് നിങ്ങൾ സങ്കല്പിക്കുക. അതായത് സ്ട്രെയിറ്റ് ലൈൻ. ഇതാണ് നിങ്ങളുടെ ദൂരം. അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ്? 5 കിലോമീറ്റർ. പക്ഷെ നമുക്കറിയാം, നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ കൂട്ടുകാരോടെ കളിച്ചും ചിരിച്ചും ഇങ്ങനെ പോയി ഇങ്ങനെ നിങ്ങൾ സ്കൂളിലെത്തും. അതായത് ഈ 5 കിലോമീറ്റർ ദൂരം പോകേണ്ട സ്ഥാനം നിങ്ങൾ സ്കൂൾ ബസ്സിലാണെങ്കിൽ പോകുന്നെങ്കിൽ പോലും ഒരു 10 കിലോമീറ്റർ ആയിരിക്കും എടുത്തു കാണുന്നത്. അതായത് വീട്ടിൽ നിന്ന് ഈ സ്കൂൾ ബസ് കറങ്ങി തിരിഞ്ഞ് പല വഴികളിലൂടെ പല കുട്ടികളെ പിക്ക് ചെയ്ത് സ്കൂളിലെത്തുമ്പോൾ ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ച് കാണും. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്കൂൾ ബസ്. അതായത് യഥാർത്ഥത്തിൽ സ്കൂൾ മുതൽ വീട് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ആണ്. പക്ഷേ സ്കൂൾ ബസ് എത്ര കിലോമീറ്റർ എടുത്തു? 10 കിലോമീറ്റർ. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാൻ കഴിയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ വണ്ടി എത്ര ദൂരം പോയി 10 കിലോമീറ്റർ. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? 10 കിലോമീറ്റർ. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ, അതായത് തുടങ്ങിയ സ്ഥലം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെയുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അഥവാ മിനിമം ഡിസ്റ്റൻസിനെ അതിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അഥവാ ഏറ്റവും കുറഞ്ഞ ദൂരം, ആ ദൂരത്തിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമുക്ക് തിരിച്ചു വരുന്നത് കൂടെ സങ്കല്പിക്കാം. നോക്കിക്കോളൂ, നിങ്ങൾ വൈകുന്നേരം സ്കൂൾ വിട്ട് ഇതേ വഴി കൂടെ തിരിച്ചു വരുന്നു, തിരിച്ച് വീടെത്തി.
അപ്പൊ ആദ്യം വീട്ടിൽ നിന്ന് നേരെ സ്കൂളിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് അതുപോലെ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് സ്കൂളിൽ പോയിട്ട് വീട്ടിൽ നിന്ന് സ്കൂളിലെത്തി, സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലെത്തി. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ പ്ലസ് 10 കിലോമീറ്റർ, മൊത്തം എത്ര കിലോമീറ്റർ? 20 കിലോമീറ്റർ. ഇതാണ് നിങ്ങളുടെ ഡിസ്റ്റൻസ്. നിങ്ങളുടെ ഡിസ്റ്റൻസ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ 20 കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചു, അതാണ് ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് വലിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്ന് തുടങ്ങി, നേരെ സ്കൂളിലെത്തി, സ്കൂളിൽ നിന്ന് നേരെ തിരികെ എവിടെ തന്നെ എത്തി? വീട്ടിൽ തന്നെ എത്തി. അതായത് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തന്നെ അവസാനിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. കാരണം നിങ്ങളുടെ ഇനിഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 0. നിങ്ങൾ 8ാം ക്ലാസ്സിലെ പഠിച്ചപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു 0 എന്നുള്ള ഒരു കുട്ടി ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നത്. അതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങളെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാവും, ദൂരം ഉണ്ടാവും, എത്ര സഞ്ചരിച്ചു എന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പോയിന്റ് ടു ഫൈനൽ പോയിന്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയാണോ ട്രാവൽ ചെയ്യുന്നത് അതിന്റെ ഡിസ്റ്റൻസ് എന്നും, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് സ്ട്രൈറ്റ് ലൈൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് പറയുന്ന പേരാണിത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ. എന്താണോ പറയാം. അടുത്ത ടൈമാണ് വെലോസിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? വെലോസിറ്റി അഥവാ പ്രവേഗം. നിങ്ങൾ മലയാളം മീഡിയം കാണുമ്പോൾ പ്രവേഗം, ഡിസ്റ്റൻസ് ദൂരം, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം, വെലോസിറ്റി പ്രവേഗം. എന്താണ് നോക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v is equal to ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണെന്ത്? വെലോസിറ്റി അഥവാ പ്രവേഗം. മലയാളം മീഡിയം വെലോസിറ്റി ഈസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. ഡിസ്പ്ലേസ്മെന്റ് മലയാളം വാക്കാണ് സ്ഥാനാന്തരം ബൈ സമയം. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആര് വേണം? ഡിസ്പ്ലേസ്മെന്റ് വേണം, അഥവാ സ്ഥാനാന്തരം വേണം. സ്ഥാനാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ ആരുള്ളൂ? വെലോസിറ്റി ഉള്ളൂ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഈ വെലോസിറ്റി എന്നുള്ള 2 തരമുണ്ട്. ഒന്നുമില്ല, ഇനിഷ്യൽ വെലോസിറ്റി. ആ വാക്കിൽ തന്നെ അർത്ഥം. ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി. ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. ആദ്യ പ്രവേഗം ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. ഫൈനൽ വെലോസിറ്റിയെ പറയുന്ന മലയാളം വേടാണ് അന്ത്യപ്രവേഗം. അപ്പൊ നമുക്ക് നോക്കാം. ഇതിലൊരു എക്സാമ്പിൾ പറയാം. ഇനിഷ്യൽ വെലോസിറ്റി വളരെ ഇമ്പോർട്ടന്റ് ടേം ഉണ്ട്, ഒരു ഡിനോട്ട് ചെയ്യുന്ന ടേം ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റിയെ ഡിനോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ് യു. ഇനിഷ്യൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് യു. ഫൈനൽ വെലോസിറ്റിയെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് വി. യു വി. ആദ്യ പ്രവേഗത്തെ സൂചിപ്പിക്കുന്നത് യു, അന്ത്യപ്രവേഗത്തെ സൂചിപ്പിക്കുന്നത് വി. ഇത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നിങ്ങൾ ആൻസർ തെറ്റിപ്പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ അത് പഠിക്കുകയും വേണം. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എടുത്ത് എഴുതണം. യു വി ആദ്യ പ്രവേഗം അഥവാ ഇനിഷ്യൽ വെലോസിറ്റി യു, ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം വി. ഇനി നിങ്ങൾക്ക് ഇതിൽ ഈ വെലോസിറ്റിയെ പറ്റി പറയാൻ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു വാഹനം 20 നിങ്ങളെ നോക്കിയാൽ കിലോമീറ്റർ പെർ അവറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു വാഹനം 20 കിലോമീറ്റർ പെർ അവറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഡ്രൈവർക്ക് തോന്നി സ്പീഡ് ഒന്ന് കൂട്ടിക്കളയാം, അതായത് 60 കിലോമീറ്റർ പെർ അവറിലോട്ടാക്കി. അപ്പൊ 20 കിലോമീറ്ററിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് ഡ്രൈവർ സ്പീഡ് കൂട്ടി എത്രയിലാക്കി? 60 കിലോമീറ്റർ പെർ അവർ ആക്കി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടുത്തെ ആദ്യ പ്രവേഗം അഥവാ ഇനിഷ്യൽ വെലോസിറ്റിയാണ് എത്ര? 20 കിലോമീറ്റർ പെർ അവർ. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 കിലോമീറ്റർ പെർ അവർ. ഇപ്പൊ അത് എത്രയായി?
ഡ്രൈവർ സ്പീഡ് കൂട്ടിയപ്പോൾ എത്രയായി? 60 km/h. അതായത് ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 20 km/h, ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 60 km/h. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെക്കണം, എങ്കിലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. അതായത് ആദ്യം പൊയ്ക്കൊണ്ടിരിക്കുന്ന വേഗതയാണ് ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം. പിന്നെ സ്പീഡ് കൂട്ടിയപ്പോൾ അല്ലെങ്കിൽ പിന്നീടുള്ള സ്പീഡാണ് എന്ത്? അന്ത്യപ്രവേഗം v എന്ന് പറഞ്ഞാൽ 60 km/h. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാൻ ഒരുപാട് വരും. നിങ്ങൾ പ്രോബ്ലം സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് റെസ്റ്റിൽ നിന്ന്. അതായത് ഒരു വാഹനം റെസ്റ്റിൽ നിന്ന് മോഷനിൽ, അതായത് വെറുതെ ഇരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് സ്റ്റാർട്ട് ആക്കുമ്പോൾ ഉള്ള ഒരു വെലോസിറ്റി സ്ഥിരം ചോദിക്കുന്നതാണ്. അവിടെയൊക്കെ ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലെ വെലോസിറ്റി 0 ആണ്. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് നോക്കണം. റെസ്റ്റിലാണെങ്കിൽ, അതായത് ആ വാഹനം ഒന്നും അനങ്ങുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്, പെട്ടെന്ന് സ്റ്റാർട്ടാക്കി എടുക്കുമ്പോഴുള്ള ചോദ്യം വരും. അപ്പോഴൊക്കെ നിങ്ങളുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. 0 അത് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് തരില്ല. ബാക്കിയുള്ള പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തരും. ഇനീഷ്യൽ വെലോസിറ്റി എത്ര, ഫൈനൽ വെലോസിറ്റി എത്രയാണ് കൃത്യം തരും. പക്ഷെ ചില ക്വസ്റ്റ്യൻസിൽ ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഒരു വാഹനം നിർത്തിയിട്ട് ഇരിക്കുകയായിരുന്നു, പെട്ടെന്ന് 10 km/h സ്പീഡിൽ പോയി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അത് ക്വസ്റ്റ്യനിൽ തരത്തില്ല. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞ വെലോസിറ്റി v = ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്ഥാനാന്തരം ബൈ സമയം. നമുക്ക് ഇതിന്റെ യൂണിറ്റ് കൂടെ ശ്രദ്ധിക്കാം. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, മീറ്റർ ബൈ സെക്കൻഡ് അഥവാ മീറ്റർ പെർ സെക്കൻഡ്. യൂണിറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, സ്ഥാനാന്തരം ഭാഗം സമയം. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ട് തരം വെലോസിറ്റി ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് u, ഫൈനൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് v. ഇനിഷ്യൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് u, ഫൈനൽ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് v. ഫൈനൽ വെലോസിറ്റി ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും. ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ തുടക്കം, സ്റ്റാർട്ടിങ് ആയ ഒരു ടേം ഉണ്ട്. സ്റ്റാർട്ടിങ് ടേമാണ് ആക്സിലറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ആക്സിലറേഷൻ. ഇത് തൊട്ടാണ് നിങ്ങളുടെ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഡിസ്റ്റൻസ് എന്താണെന്ന് അറിയണം. ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആ ട്രയാങ്കിളിന്റെ കാര്യം ഓർത്ത്, എപ്പോഴും ഈ ട്രയാങ്കിളിന്റെ കാര്യം ഓർത്ത് വെച്ചാൽ മതി. DTS ആരെയാണോ കാണേണ്ടത് അവരെയൊക്കെ മറച്ചു പിടിച്ചാൽ മതി, ബൈ കാൽക്കുലേഷനിൽ കിട്ടും. അപ്പൊ ആക്സിലറേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ഡിസ്റ്റൻസ് അറിയണം. ഡിസ്റ്റൻസ് അറിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേസ്മെന്റ് അറിയണം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താണ് പഠിച്ചു. ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞ് വെലോസിറ്റി പഠിച്ചു. വെലോസിറ്റിയെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആരെ അറിയാൻ പറ്റുള്ളൂ? ആക്സിലറേഷൻ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ നമുക്ക് ആക്സിലറേഷൻ, ഈ ചാപ്റ്ററിന്റെ തുടക്കമായ ആക്സിലറേഷനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് നമ്മൾ ആക്സിലറേഷൻ A = വെലോസിറ്റി ബൈ ടൈം. ഇതാണ് ആക്സിലറേഷന്റെ മാത്തമാറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സമവാക്യമായിട്ട് പറയുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ബൈ ടൈം. അപ്പൊ ഞാൻ ആൾറെഡി പറഞ്ഞു, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ട് തരം വെലോസിറ്റി ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഇതിലേക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വെറും വെലോസിറ്റി ആയിട്ട് എടുക്കത്തില്ല. ചേഞ്ച് ഇൻ വെലോസിറ്റി ഒന്നുമില്ല. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. ഫൈനൽ വെലോസിറ്റി ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ രണ്ട് നമ്പറിന്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറയാം, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയാം. ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അതായത് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞ ടേം ഞാൻ മാറ്റുന്നു. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നെടുക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിക്കുണ്ടായ മാറ്റം എന്ന് ചോദിക്കുമ്പോൾ ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി കുറയ്ക്കണം.
അപ്പോൾ കിട്ടുന്നതാണ് എന്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നത് ടി. ഇതാണ് ആക്സലറേഷനുള്ള ഒരു ഇക്വേഷൻ. ആക്സലറേഷൻ A is equal to v minus u by t. v minus u by t. v minus u by t വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ആക്സലറേഷൻ A is equal to v minus u by t. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ഇതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ വിയും യുവും ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫൈനൽ വെലോസിറ്റി. ഒരിക്കലും തിരിഞ്ഞു പോരുന്നെങ്കിൽ ആൻസർ മാറിപ്പോകും. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. എപ്പോഴും ഒരു കാര്യം വെച്ചാൽ ചേഞ്ച് എന്ന് കേട്ടാൽ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അവസാനത്തിൽ നിന്നാണെന്നും ആദ്യത്താണ് കുറച്ചാണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. നമുക്കിതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകും എന്താണ് ഈ ഒരു ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആൻസർ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ അതിനു മുമ്പ് നമുക്കിതിൻ്റെ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ആക്സിലറേഷൻ്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ വെലോസിറ്റിയാണ് കേട്ടോ, ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ടൈം. ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ഡിവൈഡ് ബൈ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എപ്പോഴും നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു യൂണിറ്റാണ് ആക്സിലറേഷൻ. കാരണം ബാക്കിയുള്ളവരുടെ എല്ലാം മീറ്റർ പെർ സെക്കൻഡ് വരുമ്പോൾ ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മലയാളത്തിൽ ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ത്വരണം എന്ന് പറയുന്നത് അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ചതിന് ശേഷം ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? സമയത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വിലയാണ് ത്വരണം അഥവാ ആക്സിലറേഷൻ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഓർ ഫൈനൽ വെലോസിറ്റി മൈനസ് സ്റ്റോണിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ആണ്. ഇതിനെ പറ്റി കണ്ടുപിടിക്കുന്നത് ആക്സിലറേഷൻ. നമുക്ക് ഫ്രീലി ഫാളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ ഫ്രീലി ഫാളിംഗ് ജസ്റ്റ് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത് നോർമലായിട്ടൊക്കെ താഴെ വീഴുന്നത്. നിങ്ങൾക്കറിയാം 0 സെക്കൻഡ് ടൈം 0 ആയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആണ്. കാരണം റെസ്റ്റിലാണ്. 1 സെക്കൻഡ് കഴിയുമ്പോൾ അത് 10 മീറ്റർ പെർ സെക്കൻഡ് എത്തി. വേറെ ഒന്നും കൊണ്ടല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ഏതൊരു വസ്തുവും ഫ്രീലി ഫാളിലാണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും എടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി നമ്മൾ 10 വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സെക്കൻഡ് ആയപ്പോൾ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡ് ആയപ്പോൾ അത് എത്ര എടുത്തു? 20 മീറ്റർ പെർ സെക്കൻഡ്. 3 സെക്കൻഡ് ആയപ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡ്? 30. 4 സെക്കൻഡ് ആയപ്പോൾ അത് 40 മീറ്റർ പെർ സെക്കൻഡ് ആയി. അതാണ് അതിൻ്റെ വെലോസിറ്റി. അതായത് താഴേക്ക് വരുന്നതുപോലെ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്ത് കൂടി വരുന്നുണ്ട്. 1 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ്. 2 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയാണ് വെലോസിറ്റി. 3 സെക്കൻഡ് ആയപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ്. 4 സെക്കൻഡ് ആയപ്പോൾ 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിലറേഷൻ നമുക്ക് ടൈം ഏതൊരു തന്നിട്ടുണ്ട്? ടൈം നമുക്ക് 4 സെക്കൻഡ് വരെയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 4 സെക്കൻഡ് വരെയുള്ളതിൻ്റെ ചേഞ്ച് ഇൻ ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. നോക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി V അല്ലെങ്കിൽ അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഭാഗം സമയം. ഇവിടത്തെ V മൈനസ് u ബൈ t. ശ്രദ്ധിച്ചു നോക്കുക. അന്ത്യപ്രവേഗം V അവസാനം 4 സെക്കൻഡ് ആയപ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡ് എത്തി? 40 മീറ്റർ പെർ സെക്കൻഡ്. അതായത് അന്ത്യപ്രവേഗം അഥവാ ഫൈനൽ വെലോസിറ്റി എത്രയാണ്? V is equal to 40 മീറ്റർ പെർ സെക്കൻഡ്.
അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ആദ്യ പ്രവേഗം യു. ആദ്യം അതായത് സ്റ്റോൺ ആദ്യം ആ റെസ്റ്റിലല്ലേ ഇരുന്നത്, അതുകൊണ്ട് തന്നെ വെലോസിറ്റി എത്രയാണ്? 0. ഫ്രീലി ഫാളിംഗ് ബോഡിയാണ്, ആദ്യം റെസ്റ്റ് ഇരുന്നിട്ടാണ് വരുന്നത്, അതായത് 0. എത്രയാണ്? 0. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, ആക്സലറേഷൻ എടുക്കാനുള്ള ഇക്വേഷൻ A is equal to V minus U by T is equal to 40 മൈനസ് 0 ഭാഗം ടൈം. എത്രയാണ് ടൈം? നമ്മൾ ഏതൊരു ടൈമാണ് കണ്ടുപിടിക്കുന്നത്? 4 സെക്കൻഡ് ബൈ 4. 40/4 എത്രയാണ്? 40/4 എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്സിലറേഷൻ. ഡിവൈഡ് ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതുപോലെയാണ് പ്രോബ്ലം വരുമ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പൊ A is equal to V minus U by T. നമ്മൾ 4 സെക്കൻഡ് വരെയുള്ള ആക്സിലറേഷനാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിനാൽ ഇനിഷ്യൽ വെലോസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രീലി ഫാളിംഗ് ബോഡി ആയതുകൊണ്ട് ടൈം 0 സെക്കൻഡ് എത്രയായിരുന്നു? 0. ഫൈനൽ വെലോസിറ്റി നമ്മൾ കൃത്യം പറയുന്നുണ്ട്, 4 സെക്കൻഡ് ആകുമ്പോൾ എത്ര എത്തി? 40 മീറ്റർ പെർ സെക്കൻഡ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലെ വെലോസിറ്റി എത്രയാണ്? 0. അതിനുള്ള ടൈം ആണെന്ത്? യു. ഫൈനൽ വെലോസിറ്റി V. ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം V is equal to 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ V minus U by T is equal to എത്രയാണ്? 40/4 is equal to 10 V minus U by T. നമ്മളെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും തുടക്കത്തിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ നമ്മൾ എല്ലാ ബേസും കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് വെലോസിറ്റി, ടൈം, ആക്സിലറേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ A is equal to V minus U by T. ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം, നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് വിയുടെ വാല്യൂ, അതായത് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വെലോസിറ്റി, ഈ വിക്ക് ഒരു ഇക്വേഷൻ വേണം, അതായത് V is equal to എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും ബേസ് പറഞ്ഞാൽ മാത്രമേ അതിലേക്ക് എത്തത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം V വെലോസിറ്റി, അതായത് വെറും വെലോസിറ്റി അല്ല, V എന്തിനെ സൂചിപ്പിക്കുന്നു? ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫൈനൽ വെലോസിറ്റി V ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ V minus U divided by T. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന T is equal to ന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ചെയ്തിരിക്കുന്നത് is equal to ന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, T നേരെ അപ്പുറത്ത് പോയി മൾട്ടിപ്പിൾ ആവും. A into T is equal to V minus U. നമ്മൾ ആരാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? V. ഇപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി കഴിയും, V. ഇപ്പൊ ഫൈനൽ വെലോസിറ്റി V ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോ, ഇവിടെ ഈ V മാത്രം കിട്ടുന്നെങ്കിൽ നമുക്ക് ഇനി ആരെ മാറ്റിയാൽ മതി? ഈ മൈനസ് യുവിനെ ഇപ്പുറത്തോട്ടാക്കിയാൽ മതി. ഈ മൈനസ് യു ഇപ്പുറത്താവും, ഇസ് ഈക്വൽ ടുന്റെ ഇപ്പുറത്താവുമ്പോൾ മൈനസ് യു ഇസ് ഈക്വൽ ടുന്റെ ഇപ്പുറത്താവുമ്പോൾ എന്താവും? പ്ലസ് യു ആവും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, V ഇസ് ഈക്വൽ ടു മൈനസ് യു ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് യു. യു പ്ലസ് A ഇൻറ്റു ടി എന്താണ്? AT. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ് ഈ ചാപ്റ്ററിന്റെ പേര്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ ആണ് എന്ത്? V is equal to U plus AT. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. V എന്താണെന്ന് അറിയാം? ഫൈനൽ വെലോസിറ്റി. V ഫൈനൽ വെലോസിറ്റി. U എന്താണെന്ന് അറിയാം? ഇനിഷ്യൽ വെലോസിറ്റി. A എന്താണെന്ന് അറിയാം? എന്താണ്? ആക്സലറേഷൻ. T എന്താണെന്ന് അറിയാം? സമയം. T. ഇത് വെച്ച് ഒരുപാട് പ്രോബ്ലം വരാറുണ്ട്. നിങ്ങൾ പ്രോബ്ലം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടേംസ് ആദ്യം എടുത്ത് എഴുതുക. ഒരു പ്രോബ്ലം കണ്ടാൽ അതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അതിന്റെ ടേംസ് ആദ്യം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഏത് പ്രോബ്ലം വന്നാലും, ഈ ഫിസിക്സിൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾ ആദ്യം ടേംസ് എടുത്ത് എഴുതുക.
ഇപ്പൊ ഫൈനൽ വെലോസിറ്റി ഇത്രയാണ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ എഴുതിക്കോണം v is equal to എന്ന് സൈഡിൽ എഴുതിക്കോണം. ഒരിക്കലും നിങ്ങൾ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഫിസിക്സിലെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ടേംസ് എഴുതിയിരിക്കണം, മസ്റ്റാണ്. ടേംസ് എഴുതുമ്പോൾ തന്നെ സാർമാർക്ക് നല്ലൊരു ഇംപ്രഷൻ കിട്ടും, നല്ല അറിയാവുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും ടേംസ് എടുത്തിട്ടുണ്ട്. ടേംസ് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ v ഏതാണ്, a ഏതാണ്, t എന്ന് വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ 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 ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ മോഷൻ എന്നാൽ v is equal to u plus at. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, a എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ,